ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് അതായത് ഒരു ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് സെയിൽ എങ്ങനെ അടിക്കേണ്ടത്, അതിൻ്റെ വില എങ്ങനെ മാറ്റേണ്ടത്, ഇതൊക്കെ പറഞ്ഞു പർച്ചേസ് അടിക്കുന്നത് വരെ പറഞ്ഞു. ഈ പർച്ചേസ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പക്ഷേ ഇപ്പോൾ നമ്മൾ പർച്ചേസ് അടിക്കുന്നിടത്ത് പറഞ്ഞ് ഞാൻ ചെറിയ പൈസ അവിടെ കൊടുക്കണുള്ളൂ. ഇനി പിന്നീട് അതായത് എപ്പോഴെങ്കിലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആ വെണ്ടർ എന്ത് ചെയ്യാണ് നിങ്ങളെ ക്യാഷ് കളക്ട് ചെയ്യാൻ വന്നേ. അങ്ങനെ വരുമ്പോൾ ഓൽക്ക് എത്ര ബാലൻസ് ഉണ്ട് നമുക്ക് നോക്കണം. ഓൽക്കുള്ള പേയ്മെൻറ്റ് നടത്തിയത് ഇതിൽ എൻ്റർ ചെയ്യണം. അതിനുള്ളതാണ് ഈ പേയ്മെൻറ്റ് ആൻഡ് റെസിപ്റ്റ് എന്നുള്ള ടാബ്. നമുക്ക് എന്ത് പൈസ ഇൻകമിങ് ഇങ്ങോട്ട് വരുന്ന പൈസ ഉണ്ടാവും, അങ്ങോട്ട് പോകുന്ന പൈസ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പർച്ചേസ് പാർട്ടീനെ ആരുടെ അടുത്തു നിന്നാണോ കിട്ടേണ്ടത് പിന്നെ ഓലത് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മറയിന്ന് 2-3 പർച്ചേസ് അടിക്കുമ്പോൾ ഇത്ര എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ബാലൻസ് ഓർക്ക് കൊടുക്കാനുള്ള ബാലൻസ് ഇവിടെ കാണിക്കും. ഈ ഭാഗത്ത് ബാലൻസ് ഓർക്ക് എത്ര കൊടുക്കേണ്ടതെന്ന് കാണിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഫുൾ എമൗണ്ട് പേ ചെയ്യണോ, അല്ല ഞാനൊരു പകുതി എമൗണ്ട് പേ ചെയ്യണം. ഓക്കെ, അതിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അടിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പൈസ കിട്ടിയതാണെങ്കിൽ റെസിപ്റ്റ് എന്നടിക്കാം. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് എന്നടിക്കാം. ഓക്കെ, ഇതിൽ ഇനി നമ്മൾ ക്യാഷ്യർ ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ആണോ കൊടുക്കുന്നത് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കണം. അതായത് ഞാൻ ഇപ്പോൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പിന്നെ ഇന്ന ഡേറ്റിൽ പേയ്മെൻറ്റ് നടത്തി എന്നുള്ള ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കുക. ആ ട്രാൻസാക്ഷൻ അക്കൗണ്ട് ആഡ് ചെയ്യാം. ഇത്ര ഉള്ളൊരു പേയ്മെൻറ്റ് നടത്താനുള്ള ഇത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം മറായി പിന്നെയും വന്ന്, കാരണം ഓല ബാക്കി എമൗണ്ട് ഉണ്ട്, ഓൽക്ക് ബാക്കി എമൗണ്ട് വേണം. ബാക്കി എത്രയാണ്, 300 ആണുള്ളത്. ഞാൻ എന്ത് ചെയ്യാണ്, ആ 300 കൂടി ഓൽക്ക് കൊടുക്കുകയാണ്, പേയ്മെൻറ്റ് നടത്തുകയാണ് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട്. പിന്നെ അത് ഇതേപോലെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തില്ലെങ്കിലും സേവ് ആവും. ഓക്കെ, ഇനി നാളെ മറായി ഓലത്തെ എത്ര ബാലൻസ് ഉണ്ട്, ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് നോക്കുക, ഓൽക്ക് നിലവിൽ 0 ബാലൻസ് ആണ് ഉണ്ടാവുക. ഇത്രയാണ് ഒരു പേയ്മെൻറ്റ് നടത്തിൻ്റെ ഉള്ളത്.